ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്ലാന്റർ ഫേഷ്യേറ്റിസ്, അതായത് ഉപ്പൂറ്റി വേദന അല്ലെങ്കിൽ കാലിൻ്റെ പാദത്തിലെ വേദന. ഇപ്പോൾ വളരെയധികം ആൾക്കാരിൽ നമ്മളത് കാണുന്നുണ്ട്. അപ്പം ഇതിനൊരു ക്ലാസിക്കൽ സൈൻ എന്ന് പറയുന്നത് രാവിലെ എണീറ്റ് നമ്മൾ കാലെടുത്ത് തറയിൽ കുത്തുമ്പോൾ ഭയങ്കര വേദന, അയ്യോ വലിച്ചെടുക്കുന്നു. അപ്പം അസഹനീയമായ വേദന, കാല് കുത്താൻ പറ്റുന്നില്ല, ചാടി ചാടി നടക്കണം. അപ്പോൾ ഇത് ഒരു ദിവസം കൊണ്ടല്ല ഇത് വരുന്നത്. യൂഷ്വലി ഇത് വളരെ സ്ലോലി ഡെവലപ്പ് ചെയ്ത് ഒരാഴ്ചകളോ മാസങ്ങളോ കൊണ്ട് ഡെവലപ്പ് ചെയ്ത് ഒരു അക്യൂട്ട് പെയിനിൽ അല്ലെങ്കിൽ സിവിയർ പെയിനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കാലിൽ തറയിൽ കുത്താൻ പറ്റില്ല. ഉച്ച ഉറക്കം ഉള്ളവർ അല്ലെങ്കിൽ റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ ഈ വേദന കൂടും. അപ്പോൾ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ കാലിൻ്റെ അടിയിൽ നമുക്കൊരു പ്ലാന്റർ ഫേഷ്യ ഉണ്ട്. ഫേഷ്യ എന്ന് വെച്ചാൽ ഒരു കണക്റ്റീവ് ടിഷ്യൂ പോലെ കട്ടിയുള്ള ഒരു മസിലെന്ന് പറയാൻ പറ്റില്ല അതിന്, പക്ഷേ ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. അതൊരു ടിഷ്യൂ കട്ടിയുള്ള ഫൈബ്രസ് ആണ്. അപ്പോൾ അതാണ് ശരിക്കും നമ്മുടെ ആ കാലിൻ്റെ ഘടനയെ നിലനിർത്തുന്നത്. ഈ എല്ലുകൾ തമ്മിൽ കണക്ട് ചെയ്ത് അതിൻ്റെ അടിയിൽ ഒരു അപ്പനൂറിസസ് പോലെ ഇങ്ങനെ വരും. അതാണ് ഈ ഫേഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഫേഷ്യ ഭയങ്കര തിക്കാണ്. അപ്പം ഈ ഫേഷ്യക്ക് വരുന്ന ഇഞ്ചുറീസ് ചിലപ്പോൾ നമ്മളൊരു കല്ലിൽ ചവിട്ടിയതാകാം, അതല്ലെങ്കിൽ നമുക്ക് ഈ കാൽക്കേനിൽ ബോണ്ടുണ്ട് ഉപ്പൂറ്റിയുടെ എല്ല്, ഈ എല്ലിൻ്റെ അറ്റത്ത് ചിലപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ കുനിപ്പ് പോലെ ചിലർക്ക് വരാറുണ്ട്. അത് ചിലപ്പോൾ യൂസ് ചെയ്ത് അത് കയറി ഈ ഫേഷ്യയിൽ കുത്തിയിട്ടായിരിക്കാം ഈ വേദന വരുന്നത്. അതല്ലെങ്കിൽ ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് റൺ ചെയ്യുന്ന ആൾക്കാർ, നല്ല ഫുട്വെയർ ഉപയോഗിക്കാത്തവർ, ആർച്ച് ഭയങ്കരമായിട്ട് കൂടിയിട്ടുള്ളവർ, ആർച്ച് കൊളാപ്സ് ആയിട്ടുള്ളവർ, ഇവർക്കൊക്കെ ഇത് കോമൺ ആയിട്ട് വരാം. പിന്നെ യൂഷ്വലി ഒരു 40 വയസ്സിന് ശേഷമുള്ളവർക്കാണ് നമ്മളിത് കോമൺ ആയിട്ട് കാണാം. 40നും ഒരു 50 വയസ്സിനുള്ള ഇടയിലുള്ളവർക്ക് കുറച്ച് നന്നായിട്ട് ഇത് വരുന്നുണ്ട്, ഏറ്റവും കൂടുതൽ കാണുന്നത്. പിന്നെ അങ്ങോട്ടുള്ള കാണാം യങ്സ്റ്റേഴ്സിൽ ഇച്ചിരി കുറവാണ് നമ്മൾ ഈ പ്ലാന്റർ ഫേഷ്യേറ്റിസ് കാണുന്നത്. അപ്പോൾ പ്ലാന്റർ ഫേഷ്യേറ്റിസിന് എന്താണ് ട്രീറ്റ്മെൻറ്റ്? നമുക്ക് പ്ലാന്റർ ഫേഷ്യേറ്റിസ് ഒന്നും ചെയ്തില്ലെങ്കിലും യൂഷ്വലി അതൊരു വർഷം കഴിയുമ്പോഴത്തേക്കും പതുക്കെ അങ്ങ് മാറിപ്പോവാറുണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെ വിടാൻ പറ്റില്ല, കാരണം ഇന്നത്തെ ജീവിതത്തിൻ്റെ ഒരു സ്പീഡ് നമുക്ക് നമ്മുടെ ജോലിയൊക്കെ ബാധിക്കും. അപ്പോൾ പ്ലാന്റർ ഫേഷ്യേറ്റിസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫിസിയോതെറാപ്പിയിൽ നമുക്ക് അൾട്രാസൗണ്ട് കൊടുത്തിട്ട് നമുക്ക് ആ ഏരിയയിൽ നന്നായിട്ടൊരു അൾട്രാസോണിക് മസാജസ് കൊടുക്കുമ്പോഴത്തേക്കും ആ ഏരിയയിലുള്ള നീർക്കെട്ടും ആ ബുദ്ധിമുട്ടുകളൊക്കെ കുറഞ്ഞിട്ട് കുറച്ചുകൂടെ ഫങ്ഷണൽ വ്യത്യാസമാണ്. പിന്നെ IFT നമ്മൾ കൊടുക്കാറുണ്ട്, ലേസർ യൂസ് ചെയ്യാറുണ്ട്. ഫിസിയോതെറാപ്പിയിൽ വളരെ നന്നായിട്ട് നമുക്ക് അതിനെ ചികിത്സിച്ച് മാറ്റാൻ പറ്റും. പിന്നെ എങ്ങനെ നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാം? ഇപ്പം ആർച്ച് കൂടി നിൽക്കുന്ന ഒരാൾക്കാണെങ്കിലും ആർച്ച് കൊളാപ്സുള്ള ആൾക്കാണെങ്കിലും ആർച്ച് സപ്പോർട്ടുകൾ നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കൂടി നിൽക്കുന്ന ആൾക്കാണെങ്കിലും എന്ത് വെച്ചാൽ നമ്മൾ ആർച്ച് സപ്പോർട്ട് കൊടുക്കുമ്പോൾ ആർച്ച് ഹൈപ്പർ ആർച്ചിൽ നിന്ന് കുറച്ചൊന്ന് റെസ്റ്റ് കിട്ടും. ആർച്ച് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ആർച്ച് സപ്പോർട്ട് കിട്ടും. ഇത് രണ്ടുപേർക്കും ഇത് പ്രയോജനമുള്ളതാണ് ഈ നമ്മുടെ മീഡിയൽ ആർച്ച് സപ്പോർട്ട്സ് എന്ന് പറയുന്നത്. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പുകൾ, ഇപ്പോൾ MCR, നമ്മൾ MCRനെ കുറിച്ചൊരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ കിട്ടും, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ MCRൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആ സോഫ്റ്റ്നെസ്സാണ്. സോഫ്റ്റ്നെസ്സും ഈ ക്രംബിൾ സോണും ഉണ്ട്. അപ്പം നമ്മുടെ കാലിൻ്റെ വെയിറ്റ് ആ ക്രംബിൾ സോണിൽ കൊണ്ടിട്ട് ആ ക്രംബിൾ സോൺ അങ്ങ് ഡിസോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും പ്രഷർ നമ്മൾ കൊടുക്കുന്നത് ഒരുപാട് കുറയും. അപ്പോൾ അങ്ങനെ നമുക്ക് ഫുഡിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഈ പ്ലാന്റർ ഫേഷ്യേറ്റിസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ആ ഏരിയയ്ക്കുള്ള പ്രഷർ നമ്മൾ കുറച്ച് കൊണ്ടുവരിക. അപ്പോൾ പ്രഷർ കുറയ്ക്കാനായിട്ട് അതിന് പറ്റിയ ഫുട്വെയർസ്, ആർച്ച് സപ്പോർട്ട്സ് കൊടുക്കുക, പിന്നെ എക്സസൈസസ്, അതായത് സ്ട്രെച്ചിങ്. ഈ ടൈറ്റായിട്ടിരിക്കുന്ന ആ പ്ലാന്റർ ഫേഷ്യ നമ്മളൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അതൊന്ന് റിലാക്സ്ഡ് ആവും. മറ്റേ ഇങ്ങനെ വലിഞ്ഞ് മുറിയതുപോലെ ചെയ്യും. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് നമ്മൾ തന്നെ ഓട്ടോമാറ്റിക് സ്ട്രെച്ചസ് ഉണ്ട്, അത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് നിങ്ങളെ പഠിപ്പിച്ച് തരാൻ പറ്റും. അപ്പോൾ അത് ഒന്ന് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ രണ്ടാമത് ഈ പറഞ്ഞ പോലെ ഫുട്വെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു ചൂടുവെള്ളത്തിൽ നമ്മൾ കാലിൽ ഒരു കുറച്ച് ഉപ്പോ എന്തെങ്കിലും ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ചൂടുവെള്ളവും തണുപ്പുവെള്ളവും മുമ്പ് ചെയ്തുകൊണ്ടിരുന്നു. അത് വേണമെന്നില്ല, വെറും ചൂടുവെള്ളം ആയാലും മതി. ഒരു 10 മിനിറ്റ് കാല് വെച്ച് കിടക്കുന്നതിന് മുമ്പ് ഒന്ന് റിലാക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മൂവ് ചെയ്തിട്ട് കിടക്കാം. രാത്രി കാലിൽ തണുപ്പടിക്കാതെ ഒരു സോക്സ്, ഈ നല്ല പെയിനുള്ള സമയമാണെങ്കിൽ സോക്സ് ഇടാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതിനെ മാനേജ് ചെയ്യാമെന്ന് വെച്ചാൽ, പെയിൻ ഉള്ള സമയത്ത് രാവിലെ നമ്മൾ എണീക്കുന്നതിന് മുമ്പ് കാലിൻ്റെ എക്സസൈസസ്, ഫിംഗേഴ്സ് ഒന്ന് കാല് കൊണ്ടൊന്ന് വലിച്ചെടുക്കുക, അല്ലെങ്കിൽ കാലൊന്ന് മൂവ് ചെയ്യുക, ഇങ്ങനെ നന്നായിട്ട് കാലിനൊരു ആക്ടിവിറ്റി ഫുഡിന് കൊടുക്കുക. ആ എക്സസൈസസ് നിങ്ങൾക്കൊരു ഫിസിയോതെറാപ്പിസ്റ്റിൽ നിന്ന് പഠിച്ചിട്ട് ആ എക്സസൈസസ് നമ്മൾ ബെഡിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ നന്നായിട്ടൊന്ന് ചെയ്തിട്ട് ആക്ടിവിറ്റി കൊടുത്തിട്ട് കാലിൽ ചവിട്ടി കഴിഞ്ഞാൽ ഈ വേദന നമുക്ക് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ കോൾഡ് പാക്കോ ഹോട്ട് പാക്കോ നമുക്ക് ആവശ്യാനുസരണം മാറ്റി നമ്മളുടെ ഇഷ്ടം പോലെ നമുക്ക് ഇതിനകത്ത് വയ്ക്കാം. ഇത് വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു അസുഖമല്ല, നമ്മളെ മെനക്കെടുത്തുന്നൊരു അസുഖമാണ്. പക്ഷേ നന്നായിട്ട് ക്യൂർ ചെയ്ത് നല്ല റിസൾട്ട് കിട്ടുന്നൊരു അസുഖമാണ്. താങ്ക് യു.